മുന്തിരികൾ കൊണ്ട് വീട്ടുമുറ്റത്ത് വിസ്മയം തീർക്കുകയാണ് കാസർഗോഡ് പള്ളിക്കര സ്വദേശിനി ഖദീജയും കുടുംബവും. നേരം പോക്കിന് ആരംഭിച്ച മുന്തിരി കൃഷി നാട്ടിൽ വൈറലായതിന്റെ സന്തോഷത്തിലാണ് ഖദീജയും കുടുംബവും. ഇപ്പോൾ നോക്കാം ഖദീജയുടെ മുന്തിരി കൃഷിയുടെ വിശേഷങ്ങൾ. മുന്തിരിവള്ളികൾ തളിർത്തപ്പോൾ ഖദീജയ്ക്കും കുടുംബത്തിനും ലഭിച്ച സന്തോഷത്തിന് അളവില്ല. കഴിഞ്ഞ വർഷം ചെറിയ രീതിയിൽ തുടങ്ങിയ കൃഷിയാണ് ഇപ്പോൾ ഈ കാണുന്ന അളവിലേക്ക് എത്തി നിൽക്കുന്നത്. കൃത്യമായി പ്രൂൺ ചെയ്തതിനു ശേഷം തളിരിട്ട് വളർന്ന ശിഖരങ്ങളിൽ ഇപ്പോൾ നിറയെ മുന്തിരിക്കുലകളാണ്. പള്ളിക്കര പഞ്ചായത്ത് 21-ാം വാർഡിലെ നന്മ കുടുംബശ്രീ അംഗമാണ് ഖദീജ. മുന്തിരി കൃഷിക്ക് ഖദീജയ്ക്ക് കൂട്ടായി മകൾ ഫാത്തിമ സഹിയുമുണ്ട്. 3 വർഷം മുമ്പാണ് ഇത് കാഞ്ഞങ്ങാടുന്ന് വാങ്ങിയത്. ജ്യേഷ്ഠൻ്റെ ഭാര്യ കൊണ്ടുവന്നതാണ്. പിന്നെ കഴിഞ്ഞ വർഷം ചെറുതായിട്ട് പിടിച്ചത്, ഇപ്രാവശ്യം പ്രൂൺ ചെയ്ത് കൂടുതലായിട്ടുണ്ടായി. പിന്നെ വളമൊക്കെ ഞങ്ങൾ വീട്ടിൽ വളമാണ് ഉപയോഗിക്കുന്നത്. കൃഷിക്ക് എല്ലാവിധ പ്രോത്സാഹനവും ഖദീജയുടെ ജീവിത പങ്കാളിയായ സംശുദ്ധീനും നൽകുന്നുണ്ട്. ഇത് സാധാരണ നമ്മളിത് കൊണ്ട് ഈ നേരത്തെ വൈഫ് പറഞ്ഞ പോലെ 1 വർഷം മുമ്പ് ഇത് വന്നിട്ട് ഒന്നും ഇല്ലായിരുന്നു. 2-ാം വർഷം ചെറുതായിട്ട് ഒരു കൊല പറഞ്ഞാൽ കുറയൊന്നുമില്ല, 3-4. ഇപ്പം ഈ കഴിഞ്ഞ 4 മാസം മുമ്പാണ് ഈ ബ്രൂൺ ചെയ്തത്. 4 മാസം മുമ്പ് ചെയ്തപ്പോൾ ഇത് ശരിക്കും പിടിച്ചു. പക്ഷേ ഇത് നമ്മൾ കൊടുക്കുന്ന വളം പ്രത്യേക വളമൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. സാധാ മീൻ കഴുകിയ വെള്ളം, മീൻ മുറിച്ച അതിൻ്റെ വേസ്റ്റ്, ഇറച്ചി കഴുകിയ വെള്ളം, ഇങ്ങനെ കോഴിയൊക്കെ വാങ്ങിച്ച അതിൻ്റെ ചോരൻ്റെ വെള്ളം, ഇത്ര നമ്മൾ കൊടുത്തിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ചൊരു വളമായിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. സംസ്ഥാനത്ത് മലയോര മേഖലയിൽ മുന്തിരി കൃഷി ഉണ്ടെങ്കിലും പൊതുവെ ചൂട് കൂടിയ തീരപ്രദേശത്ത് കൃഷി കുറവാണ്. ടൂറിസ്റ്റുകൾക്ക് ബേക്കൽ ബീച്ചിൽ ക്യാമ്പ് ഫയർ ഡിന്നർ എന്ന ഉത്തരവാദിത്ത ടൂറിസം സംരംഭം നടത്തുന്ന ഭർത്താവ് സംസുദ്ദീന്റെ സഞ്ചാരികൾക്കായുള്ള കടലോര വിരുന്നിൽ ഭക്ഷണം ഒരുക്കി നൽകുന്നതും ഖദീജയാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.